ചർച്ച. മരണം നടന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു പോലീസ് വാനിൽ കുറച്ച് ആളുകൾ എത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരച്ഛൻ കഴിഞ്ഞ ദിവസം ഇവിടെ മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞിട്ടാ വന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, വർഷങ്ങളായി. ഞങ്ങൾ അന്വേഷിക്കാവുന്ന പരമാവധി അന്വേഷിച്ചു, ആളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. അദ്ദേഹത്തെ അച്ഛനെ കാണാൻ വേണ്ടി പത്രത്തിൽ ഫോട്ടോ വന്നപ്പോ അത് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. പ്രശ്നമായി. അവിടുത്തെ കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ വരെ നിങ്ങളുടെ അച്ഛനാണ്, ഇന്ന് ഞങ്ങളുടെ ഉപ്പുപ്പയാണ്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് വണ്ടി വിട്ടോളൂ അല്ലേ? രമ്യമായി അതും പരിഹരിക്കേണ്ടി വന്നില്ലേ? ഈ രൂപത്തിലുള്ള ഔലിയാക്കുമാരുണ്ട്. ഓച്ചറ ഉപ്പുപ്പ ഉണ്ട്. ഓച്ചറ ഉപ്പുപ്പ വലിയുല്ലാഹി ഓച്ചറ ഉപ്പുപ്പ എന്ന പേര് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ഒരാളെത്തിയത്. ആര്? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയ. അവിടെ വന്നു. എന്റെ ഓച്ചറ ഉപ്പുപ്പ അനുസ്മരണ സമ്മേളനം. ജീവിതത്തിൽ ഓച്ചറ ഉപ്പുപ്പ എന്താ ഈ സാധു കണ്ടിട്ടില്ല. പക്ഷേ 2 മണിക്കൂർ നീണ്ട വാത് ഓച്ചറ ഉപ്പുപ്പന്റെ കറാമത്തുകൾ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കറാമത്താണ്. അങ്ങനെ ഓച്ചറയിൽ ഖബറടക്കിയ ദാമോദരം പിള്ള എന്ന് പറയുന്ന വലിയന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വെട്ടിച്ചിറയിൽ നിന്ന് സുലൈമാൻ സക്കാഫിയും കൂട്ടരും. നിങ്ങൾക്ക് നോട്ടീസിൽ കാണാം. എന്ത്? സുലൈമാൻ സക്കാഫിയുടെ നേതൃത്വത്തിൽ അത് സിയാറത്ത് ടൂർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ എവിടേക്കുണ്ട്? പലയിടത്തും ഇങ്ങനെ പോണ കൂട്ടത്തിൽ ഒരു സ്ഥലം ഓച്ചിറ, വേറൊരു സ്ഥലം കാഞ്ഞിരപുറ്റാണ്. ഓച്ചിറയിൽ ആരാ സാഹിബ് ഉള്ളത്? ദാമോദരം പിള്ളയുടെ ഖബറെടുക്കല്. അങ്ങനെ ദാമോദരം പിള്ളയുടെ ഖബറിൽ ഓച്ചിറ. എന്നിട്ട് അതിന്റെ ചോട്ടിൽ എഴുതിയിരിക്കാണ്, ഈ ദർഗകൾക്ക് പുറമെ തിരുവനന്തപുരം, കന്യാകുമാരി തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കണം. ആര്? സുലൈമാൻ സക്കാഫിയുടെ നേതൃത്വത്തില്. തിരുവനന്തപുരത്ത് കോവളത്തുള്ളത്. കോവളത്ത് കന്യാകുമാരിയിലൊക്കെ സന്ദർശിക്കുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ ഓച്ചിറയിൽ പോലും ദാമോദരന്റെ ഖബറടക്കിയെടുത്ത് പോലും വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ നിരവധി വ്യാജം. ഒരുപാട് ആളുകൾ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടുണ്ടാവും. അതല്ല എങ്കിൽ മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്ന് വേർതിരിച്ചു പോലും അറിയാത്ത ആളുകൾ ഖബറ് കെട്ടിപ്പൊക്കിയിട്ട് വരുമാനം ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ആ ജാറ വ്യവസായം പൊടി പൊടിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഖബറുകൾ വിൽക്കുന്നു, വാങ്ങുന്നു. വിലക്ക് വാങ്ങുക. ഖബറല്ല, ഖബറ് വിലക്ക് വാങ്ങുന്നവരുണ്ട്, ഖബർ വിൽക്കുന്നവരുണ്ട്, കള്ളക്കച്ചവടക്കാരുണ്ട്, ഖബറ് കച്ചവടക്കാർ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഏത് ജാതി മനുഷ്യന്മാരാ ഇവര്? ഏത് കാട്ടുജാതിയാണ് ഇവര്? ഖബർ വിൽക്കുന്ന മനുഷ്യരോ? ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു ഇച്ചിരി ഭയവും പേടിയൊക്കെ വരുന്ന സമയം ഖബർ കാണുമ്പോഴാണ്. ആ ഖബർ പോലും വില പറഞ്ഞ് പേശി വിറ്റ് കാശാക്കുന്ന കള്ളക്കച്ചവടക്കാർ, മതപുരോഹിതന്മാർ, തലയെക്കെട്ട് കെട്ടിയ കള്ളക്കച്ചവടക്കാർ. ഈ സമൂഹത്തിനിടയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. ഇങ്ങനെ കള്ള ഔലിയാക്കന്മാർ കള്ളജാറങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, നല്ല യഥാർത്ഥ ഔലിയാക്കന്മാരെ തന്നെ ചീത്തയാക്കുക, മോശപ്പെടുത്തുക. ഇങ്ങനെ എല്ലാവിധ കുരുത്തക്കേടും കാണിച്ചെന്ന് മാത്രമല്ല, ഇതൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് വിൽക്കാളല്ലേ, അതിന് പുറമെയുള്ള കച്ചവടം. അതിനുവേണ്ടി എന്തെടുത്തു? ഈ ഔലിയാക്കന്മാരുടെ പേരിൽ ദിക്റുകൾ, കള്ള ദിക്റുകൾ ഉണ്ടാക്കുക. ഫുള്ള് വ്യാജം. എല്ലാ സുന്നത്തെ മാത്രമേ ലേബൽ ഇട്ട് വിടുക. അങ്ങനെയുള്ള ഏത് ഡ്യൂപ്ലിക്കേറ്റും ചെലവാക്കുക നല്ലതിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് അല്ലേ? ഇതുപോലെ കള്ള ദിക്റുകളും വ്യാജ ഔലിയാക്കന്മാരെ സൃഷ്ടിച്ചു വിട്ടിട്ട് അതിനൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആ സമൂഹത്തിലേക്ക് ഇറക്കി വിടുക അല്ലേ? അങ്ങനെ ഉണ്ടാക്കിയ വ്യാജ ദിക്റുകൾ എത്ര ദിക്റുകള്, തരീക്കത്തിന്റെ ദിക്റുകള് അല്ലേ? ഏതെല്ലാം അപശബ്ദം, എന്തെല്ലാം അപശബ്ദം എവിടുന്നൊക്കെ പുറപ്പെടും, അതൊക്കെ ദിക്റായി. ഏതെല്ലാം അപശബ്ദം ഉണ്ടോ അതെല്ലാം ദിക്റ് അല്ലേ? ഹ, ഹു, ഹി, ഹൈ, ലാലാ എന്ന് പറഞ്ഞ ദിക്റാ. എന്ത് ഈ ലാലാ എന്ന് പറഞ്ഞ ദിക്റ്? അത് ദിക്റാണ്. എന്താ നമുക്ക് അറിഞ്ഞൂടാ? ദിക്റാണ്. ഇല്ല ഇല്ല, എന്തില്ല അത്? അതൊന്നും ചോദിക്കരുത്. ഇല്ല ഇല്ല, അത് ദിക്റാണ്. പിന്നെ അല്ല ദിക്റാണ് അല്ലേ? എന്നിട്ടോ മുജാഹിദുകൾ ചോദിച്ചു, മുഹമ്മദ് നബി ഒരു ദിവസത്തിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട, അവൻ പറയേണ്ട ദിക്റുകൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാത്രിയിൽ അവൻ ഉറങ്ങുന്നതിനിടയിൽ ഒന്ന് ഉറക്കമുണർന്നാൽ പോലും അവൻ പറയേണ്ട ദിക്റുകളും അവൻ പറയേണ്ട വാചകങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചിട്ട് എന്തേ ഇത്തരത്തിലുള്ള അപശബ്ദങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കാതെ പോയി? മുജാഹിദുകൾ ചോദിച്ചു, മുഹമ്മദ് നബി ഒരുപാട് ദിക്റും സലാത്തൊക്കെ പഠിപ്പിച്ചു, പക്ഷെ ആ ദിക്റിലൊന്നും ഇങ്ങനെ ഒരു ദിക്റില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ മറുപടി പറയാ, വിശദീകരണം നൽകുക. അങ്ങനെ ഒരുപാട് ദിക്റുണ്ട്. ആ ദിക്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നേരെ മറിച്ചത് കോഡ് ഭാഷകളാണ്. ഏതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്റർനെറ്റ് തുറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നേരെ ഇന്റർനെറ്റിന്റെ മുന്നിലേക്ക് ചെന്നാൽ, കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് ചെന്നാൽ ഇന്റർനെറ്റ് ഫോൾഡറിൽ അവൻ അടിച്ചു കൊടുക്കുകയാണ് www
അത് കോഡാണ്. ആ കോഡില്ലാതെ, സീക്രട്ട് കോഡില്ലാതെ ഒരു സൈറ്റിലേക്കും കയറാൻ പറ്റൂല. ഇതുപോലെ ആ ഔലിയാക്കന്മാരുടെ ദർജ മർത്തബ ആ ലോകത്തേക്ക് കടന്നു ചെല്ലാണ് സീക്രട്ട് കോഡായത്. ഞാനല്ല പറയുന്നത്, ഒരു സക്കാഫി പറയാൻ കേട്ടോ. ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാകുന്നു. അതിനേക്കാൾ വലിയൊരു മഹത് വചനമില്ല, അതിനേക്കാൾ വലിയൊരു ദിക്റുള്ള സത്യം തന്നെയാണ് ആ ദിക്റ്. നമ്മൾ ചൊല്ലുമ്പോ കൂട്ടത്തിൽ ഈ ദിക്റ് ചൊല്ലാറുണ്ട്. അല്ല, കുറെ ദിക്ർ കോഡ് ഭാഷ, ചില കോഡ് ഭാഷയുള്ള ദിക്റല്ല, ഷോർട്ട് ദിക്റുകൾ. അപ്പോ ചില ആളുകളൊക്കെ സംശയം പ്രകടിപ്പിച്ച്, ഇതെന്താ ഇങ്ങനെ ദിക്റ്? സലാത്തിന്റെ, ഖുർആനിലെ, പിന്നെ പറയാ ഹാ ഹൂ ഹി ഹി ഹൂ, അങ്ങനെയൊക്കെ ചില ഭാഷ, ആർക്കും തിരിയാത്ത ഭാഷ. പക്ഷേ അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളും വലിയ വലിയ ഉദ്ദേശങ്ങളും വലിയ വലിയ മർത്തബകളുമുണ്ട് എന്ന് ആധുനിക ലോകത്ത് വെച്ച് നമുക്ക് ആരുടെ മുമ്പിലും ആണത്തരത്തോടെ പറയാൻ പറ്റും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതന്നെ ഇസ്ലാമത. ഇസ്ലാമതല്ലാത്തൊരു സുന്നത്ത് ജമാഅത്തില്ല, സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു ഇസ്ലാമില്ല, വേറൊന്നുമില്ല. ഇസ്ലാം മുഴുവൻ സുന്നത്ത് ജമാഅത്താണ്, സുന്നത്ത് ജമാഅത്ത് മുഴുവൻ ഇസ്ലാമാണ്, വേറൊന്നും ഇല്ല. അപ്പോ ആ ദിക്റ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ഹോ ഹി ഹൈ എന്നൊക്കെ പറഞ്ഞ ദിക്റ് അത് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ, വലിയ വലിയ ഡിഗ്രികളിലേക്ക് എത്തപ്പെടാനുള്ള ദിക്റായിരുന്നു. കാരണം ഇപ്പോ ഇന്റർനെറ്റ് യുഗം വന്നപ്പോ ഓരോരുത്തരെയും പരിചയപ്പെടണമെങ്കിൽ ഓരോരോ വെബ്സൈറ്റുകളുണ്ട്. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരാളെ പറ്റി നമുക്ക് പറയണോ? നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ കണക്ഷൻ ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റില് അയാളുടെ വെബ്സൈറ്റിൽ പോയിട്ട് അയാളുടെ വെബ്സൈറ്റ് അടിച്ചാൽ ഓണായാൽ അയാളുടെ ഫുൾ ഡീറ്റെയിൽസും കുടുംബം, ബന്ധും, അയാൾ എവിടൊക്കെ എന്തൊക്കെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കടക്കണമെങ്കിൽ, അയാളുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിന് ചില പ്രത്യേകമായ കോഡുണ്ട്. www. അയാളുടെ സീക്രട്ട് കോഡും കൂടി അടിക്കണം, എന്നാൽ അയാളുടെ വെബ്സൈറ്റ് തുറക്കും. അങ്ങനുണ്ട്. എന്നപോലെ നമ്മളിപ്പോ ശരീരത്തിൽ നിൽക്കുന്ന നമ്മള് ഔലിയാവിന്റെ ലോകമായിരിക്കുന്ന തരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്, മുശാഹദ, മുറാഖബ തുടങ്ങിയ അല്ലാഹുമായി അടുക്കുന്ന ഇഷ്ടദാസന്മാർക്ക് അന്ന് കൊടുക്കുന്ന പ്രത്യേകമായ ചില ഡിഗ്രികൾ, ചില സ്ഥാനങ്ങൾ, ചില മർത്തബകൾ, ചില പദവികൾ, അവിടേക്ക് കയറി ചെല്ലാൻ ബഹുമാനപ്പെട്ട അഹ്മദ് അൽ-കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചതാണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ചൊല്ലിക്കോളൂ, ഹാ ഹൂ ഹി ഹയ്യോ, ഹാ ഹൂ ഹി ഹയ്യോ, ഹാ ഹൂ ഹി ഹയ്യോ. ഈ ദിക്ർ ചൊല്ലിയാൽ ശരീഅത്തിലുള്ള തരീഖത്തിലേക്കും, തരീഖത്തിൽ നിന്ന് മഅരിഫത്തിലേക്കും, മഅരിഫത്തിൽ നിന്ന് ഹഖീഖത്തിലേക്കും, മുശാഹദയിലേക്കും, മുറാഖബയിലേക്കും കയറി വരാനുള്ള ചില കോഡ് ഭാഷകളാണിത്. അതിന്റെ തെളിവ് അടുത്ത ദിക്ർ നമ്മൾ റാത്തീബ് നോക്കിയാ, അടുത്ത ദിക്ർ നോക്കിയാ കാണാം. അല്ലാഹു ഹാമിദി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു അല്ലാതെ വേറൊന്നില്ലാത്ത ഫനാഇന്റെ മഖാമിലെത്തപ്പെടുന്ന ആ പ്രത്യേകമായ മർത്തബയിലേക്ക് ചേരപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുണ്ടോ? അവരോടാണ് തരീഖത്തിന്റെ മശായിഖന്മാർ പറയുന്നത്, ചൊല്ലിക്കോളൂ ഹാ ഹൂ ഹി ഹയ്യോ. അത് ചില വലിയ വലിയ അറിവുകൾ തുറക്കാനുള്ള കോഡ് ഭാഷയാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്റർനെറ്റ് ഓണാകുമ്പോ കോഡടിക്കുന്നത് പോലെ ശരീഅത്തിൽ നിന്ന് തരീഖത്തിലേക്ക് വരുന്ന ചില കോഡുകളുണ്ട്. അവിടുന്ന് വലിയ വലിയ ദറജകൾ തുറക്കാൻ ചില കോഡുകളുണ്ട്. ആ കോഡുകളാണ് തരീഖത്തിന്റെ മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നത് എന്ന് ആധുനിക ലോകത്ത് നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാകുന്നത്. അങ്ങനെ എന്തൊക്കെയാ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ലോകത്ത് പുരോഗതി വരുമ്പോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ഒക്കെ വന്നു, ടി വി വന്നു, ഇനി ഒറ്റ മക്കളെ നിസ്കരിക്കാൻ കിട്ടില്ല കേട്ടോ. അള്ളാ പണ്ടാറും വേഗം തല്ലിപ്പൊളിച്ച് കളയടാ. നമ്മള് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, പണ്ട് ഇവിടെ ട്രാക്ടർ വന്നപ്പോ പ്രകടനം നടത്തിയിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഈ ട്രാക്ടറൊക്കെ അടിച്ചു പൊളിക്കണം, കാരണം കമ്പ്യൂട്ടർക്ക് ഇനി ജോലി ഉണ്ടാവില്ല. ആ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ടി വി വളരട്ടെ,
ഇന്റർനെറ്റ് വളരട്ടെ, കമ്പ്യൂട്ടർ ജനിക്കട്ടെ, ടെസ്റ്റ് ട്യൂബ് ശിശു പിറക്കട്ടെ, ക്ലോണിംഗ് വളരട്ടെ. അപ്പോ ക്ലോണിംഗ് വളരട്ടെ, ഇന്റർനെറ്റ് വളരട്ടെ, ടെസ്റ്റ് ട്യൂബ് ശിശു ജനിക്കട്ടെ, അതിനെല്ലാ വൃത്തിയോടും വളരട്ടെ എല്ലാവരുടെ. അങ്ങനെ ന്യായീകരിക്കാൻ ആയിക്കോട്ടെ. എന്താ ഈ പറഞ്ഞത്? ഹാ ഹൂ ഹി എന്ന് പറഞ്ഞാല് ഷോർട്ടാണ്. ഷോർട്ട് മാത്രമല്ല, അത് വെബ്സൈറ്റ് തുറക്കണ പോലെ ചില ദർജയിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയുള്ള കോഡ് ഭാഷയാണ്. അങ്ങനെ കുറച്ച് ആളുകൾ കോഡ് ഭാഷ ഉണ്ടാക്കിയ വേറെ കുറെ ആൾക്കാര് ഇപ്പൊ നമുക്കറിയാം, ചില മന്ത്രിമാരൊക്കെ മുൻകൈ എടുത്തിട്ട് ഇപ്പോ പിന്നെ പല സോഫ്റ്റ്വെയറും മലയാളത്തിലേക്ക് ആക്കാൻ തുടങ്ങി. അപ്പോ ഇത് കണ്ടപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ദിക്ർ വീരന്മാരും ചിന്തിച്ചു, അമ്മക്കും എന്തെടുക്കാം, ഇവരിപ്പോ എന്തായാലും കോഡാണല്ലോ, കോഡ് ഭാഷയാണല്ലോ, കമ്പ്യൂട്ടറാണല്ലോ, അതുകൊണ്ട് നമ്മുടെ ഈ കോഡ് മലയാളത്തിലാക്കാം എന്ന് ചിന്തിച്ചിട്ട് അവര് ദിക്റുണ്ടാക്കി. എന്ത്? ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ. നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം ഇതെല്ലാം കോഡല്ലേ, ഓരോരുത്തർക്കും ഓരോ കോഡാണ്. അത് മലയാളത്തിലാകാം, അറബിയിലാകാം, ഇംഗ്ലീഷിലാകാം, ഏത് ഭാഷയിലുമാകാം. അപ്പോ ഇത് കോഡാക്കിയിട്ട് ചില ആൾക്കാർ ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, അവസാനം പറഞ്ഞത് ലാ തല വല വാല ഇല്ലല്ലാ, തലയും പാലും അതും ഇല്ലല്ലാ, തലയും പാലും ഇല്ലല്ലാ, അങ്ങനെ എല്ലാം അല്ലാ ദിക്റുണ്ടാക്കിയ ഇത് കോടാന്ന് പറഞ്ഞവർക്ക് നിഷേധിക്കാൻ പറ്റിയോ? പറ്റിയില്ല. കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ല, എല്ലാം സുന്നത്തി ജമാഅത്തിന്റെ ലേബലാണ്, അതിന്റെ അകത്തില്ല അത്. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിച്ചിട്ട് മുസ്ലിയാക്കന്മാര് പറഞ്ഞെന്താ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതൊരു ഔലിയ പറഞ്ഞാൽ തെറ്റാകുമോ? തെറ്റല്ല. ഒരു ഔലിയ, ഒരു വലിയ ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ തെറ്റാണോ? തെറ്റല്ല. ഞാനല്ല, ഒരു സഖാഫി എന്നെ പറഞ്ഞു. കേട്ടോളൂ. ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയം പറയാം. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പറഞ്ഞാൽ തെറ്റാണോ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഒരിക്കലുമല്ല. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നാ നോക്കേണ്ടത്. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പറഞ്ഞാൽ തെറ്റാണോ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഒരിക്കലുമല്ല. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പറഞ്ഞാൽ തെറ്റാണോ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല. അപ്പോ സഹോദരങ്ങളെ ആലോചിച്ച് നോക്ക്. ഇനി ദിക്ർ എന്താക്കുക മലയാളത്തില്? എന്ത് സൗകര്യ, എന്ത് സൗകര്യ, എന്ത് കടച്ചാതി കണ്ടാലും. പണ്ട് ചെറുപ്പ കാലഘട്ടത്തിലെ കുട്ടികൾ രഹു അടിക്കുമ്പോ മീസാൻ ഓതുമ്പോ പറയാറുണ്ട്, എന്ത് കണ്ടാലും അവരിങ്ങനെ സർഫാക്കാറുണ്ട്. ഇതുപോലെ ഏത് സാധനം കണ്ടാലും, സൈക്കിൾ ഉണ്ടല്ല സൈക്കിള ഇല്ലല്ല, വണ്ടിക്കരല്ല വണ്ടി ഇല്ലല്ല, ട്രെയിൻ കണ്ടല്ല ട്രെയിൻ ഇല്ലല്ല, ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു താളാത്മകമായിട്ട് എന്തിനേയും ദിക്റാക്കി മാറ്റാൻ പറ്റുക. അത് തെറ്റല്ല, അത് തെറ്റല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ എന്താ തെറ്റ്? അത് തെറ്റല്ലെങ്കിൽ പിന്നെ എന്താ തെറ്റ്? അതാ മുജാഹിദിൽ ചോദിച്ചത്. നിങ്ങൾക്ക് ആരാ ഇവിടെ പുതിയ ബിദ്അത്തായ കാര്യങ്ങൾ, നവീനമായ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പെർമിഷൻ തന്നത്? അതാണ് സുന്നത്തി ജമാഅത്ത്. സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കലാണോ? നവീനമായത് കടത്തിക്കൂട്ടലാണോ? ആഴ്ചക്കാഴ്ചക്ക് പുതിയ ദിക്റുണ്ടാക്കലാണോ? ഒരിക്കലും അല്ല. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു, അല്ലാഹുവിന്റെ റസൂൽ ചര്യയാക്കി കാണിച്ചു തന്നതാണ്. വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ആ സഹാബത്തെ ഏകോപിച്ച കാര്യങ്ങളാണ്. അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഉണ്ടാക്കുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഉണ്ടാക്കുന്ന ദിക്റടക്കം അതെല്ലാം ഇസ്ലാമാണെന്ന് പറയുന്ന, ദീനാണ് എന്ന് പറയുന്നത് ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് അല്ല. മതം പറയേണ്ടത് പ്രവാചകനാണ്, മതം പഠിപ്പിക്കേണ്ടത് പ്രവാചകനാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിനെന്താ പറയേണ്ടത്? ഞാൻ പറയുന്നില്ല, സഖാഫി തന്നെ പറയട്ടെ, കേട്ടോളൂ. കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ
ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? കണ്ടോ? അപ്പൊ തള്ളേണ്ടത് ആരെയാണ്? തള്ളേണ്ടത് ആരെയാണ്? ലാ കണ്ണ ഇല്ലല്ലാ തെറ്റാണോ? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഏത് പ്രവാചകനാ അത് കൊണ്ടുവന്നത്? ഏത് പ്രവാചകനാ അത് പഠിപ്പിച്ചത്? അതുകൊണ്ട് നമ്മുടെ ഈ മതകാര്യത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതുതായി കടത്തിക്കൊണ്ടുവന്നാൽ ഫഹുവറദ്, അവരെ തള്ളണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ. ഈ മുരാക്കന്മാരൊക്കെ തള്ളണം എന്ന് പറഞ്ഞു. ഇതിനെ ന്യായീകരിച്ച മുരാരൊക്കെ തള്ളണം. ഇത് ബിദ്അത്താണ്, നവീനാശയമാണ്. അല്ലേ? പ്രവാചകൻ എന്ത് പറഞ്ഞാൽ അതിനെതിരെ ചെയ്യാം, മുഹമ്മദ് നബി എന്ത് പറഞ്ഞു അതിനെതിരെ ചെയ്യാം. അല്ലേ? എന്നിട്ട് ബിദ്അത്ത് അതല്ല. പിന്നെയോ ബിദ്അത്ത് എന്ന് പറഞ്ഞാല് മുജാഹിദ് ചെയ്യണ ബിദ്അത്ത് ആണോ? ആണോ? അല്ലല്ലോ. ഒരിക്കലും മുജാഹിദുകൾ ചെയ്തല്ല ബിദ്അത്ത്. നേരെ മറിച്ച് ഇവരുണ്ടാക്കിയ നവീനമായ ആശയങ്ങളാണ്. ഏതായിരുന്നാലും എന്ത് മുഹമ്മദ് നബി എന്ത് പറഞ്ഞു അതിനെതിരെ ഇവർ ചെയ്യും. പ്രവാചകൻ എന്ത് പറഞ്ഞു അതേ ഇവർ ചെയ്യുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ ദിവസം സ്വന്തം മരുമകളെ വിളിച്ചേൽപ്പിച്ച ഒരു കാര്യമുണ്ട്. അതെന്താ? അല്ലാ തദാ തിംതാലൻ ഇല്ലാ തവസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഏ അലിയെ, ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹവും ഇസ്ലാമിക രാജ്യമായതുകൊണ്ട്, ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട്, ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പുലരിയാണിതെന്നതുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹവും നീ തട്ടിനിരപ്പാക്കാതെ വിടല്ലാലി. അത് അപ്രകാരം വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈതഹു, കെട്ടി ഉയർത്തിയ ഒരു ഖബറും തട്ടിനിരപ്പാക്കാതെ വിടല്ലാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാണ്, ഖബർ കെട്ടിപ്പൊക്കി കണ്ടാൽ തട്ടിനിരപ്പാക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ വിരോധിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുജസ്സൽ ഖബ്റു വഅയ്യുഖഅദ അലൈഹി വഅയ്യുബ്ന അലൈഹി. ഖബർ കെട്ടിപ്പോക്കുന്നത് റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്, ഖബറിന്മേൽ ഇരിക്കുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നത്, വറഅയ്തുൽ അയിമ്മത ബിമക്ക, മക്കയിലെ ഇമാമിയങ്ങളെ ഞാൻ കണ്ടു, യഅ്മുറൂന ബിഹദ്മി മാ യുബ്നാ, ഖബറിന്റെ മേലെടുപ്പുണ്ടാക്കിയ ആ നിലയിലുള്ള മുഴുവൻ ഖബറിന്റെയും എടുപ്പുകൾ നീക്കുവാൻ, തട്ടിപ്പൊളിക്കുവാൻ മക്കത്തുള്ള ഇമാമിയങ്ങൾ കൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പൊളിക്കാൻ അവർക്ക് തെളിവ് കിട്ടിയത് വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും തട്ടിനിരപ്പാക്കാതെ വിടല്ലേ എന്ന പ്രവാചകന്റെ കൽപ്പനയാണ്. അപ്പൊ മക്കത്തെ ഇമാമിയങ്ങള്, ആ ഇമാമിയങ്ങൾ കൽപ്പിക്കുകയാണ്, അതെ ഉയർന്നു നിൽക്കുന്ന ഖബറ് തട്ടിനിരപ്പാക്കാതെ വിടല്ലേ എന്നത് അത് ഞാൻ കണ്ടു എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അത് മുശ്രിക്കീങ്ങളുടെ ഖബറല്ല. ചില ആളുകൾ എങ്ങനെയാ ദുർവ്യാഖ്യാനിക്കാറ്? പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞ ഖബറ് മുശ്രിക്കീങ്ങളുടെ ഖബറിനെ കുറിച്ചാണ്, അവിശ്വാസികളുടെ ഖബറിനെ കുറിച്ചാണല്ല. നേരെ മറിച്ച് മുസന്നഫ് അബ്ദുർ റസാഖിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഖുബൂരിൽ മുസ്ലിമീന അയ്യുബ്നാ അലൈഹാ വഅയ്യുജസ്സസ. മുസ്ലിമീങ്ങളുടെ ഖബറാണെങ്കിലും അത് കെട്ടിയുയർത്തുന്നതിനെ നബി വിരോധിച്ചിട്ടുണ്ട് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് തുമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുസന്നഫ് അബ്ദുർ റസാഖിൽ എടുത്തു ധരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബർ കെട്ടിയുയർത്താൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു ഖബർ കെട്ടിയുയർത്താൻ പാടില്ല. മഹാനായ ഇമാം നബി പോലും പറഞ്ഞത് വലാ യംസഹിൽ ഖബറ വലാ യുഖബ്ബിലഹു വലാ യമുസ്സഹു ഫഇന്ന ദാലിക ആദത്തുൻ നസ്വാറ. ഖബർ തടവാൻ പാടില്ല, തൊട്ടുമുത്താൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല. അങ്ങനെ സ്പർശിച്ചിട്ടും തൊട്ടുമുത്തിയിട്ടും തടവി കിട്ടുമൊക്കെ ആനന്ദം കൊള്ളാൻ പാടില്ല. നേരെ മറിച്ച് ഫഇന്ന ദാലിക ആദത്തുൻ നസ്വാറ. ഈ പ്രവർത്തനങ്ങളെല്ലാം നസ്വാറാക്കളുടെ പ്രവർത്തനമാണ്, നസ്വാറാക്കളുടെ പ്രവർത്തനമാണ്. അതേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോയവരുടെ ആദത്താണിത്, അവരുടെ പ്രവർത്തനമാണിത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ. ഇമാം നബി പറഞ്ഞു, പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു. പക്ഷെ മുസ്ലിയാക്കന്മാരോ ആര് പറഞ്ഞാലും വേണ്ടില്ല, നമ്മുടെ ജമാഅത്തിനല്ലോ
ഈ സമ്പത്തിമാത്ത് അത് വീർക്കണം. അതെന്താ ചെയ്തത്? ഖബർ കെട്ടിപ്പോക്കന്നെ അല്ലേ? കെട്ടിപ്പോക്കിയില്ലേ? ജാറങ്ങൾ കെട്ടിപ്പോക്കന്നെ. അത്തരത്തിലൊന്ന് നിങ്ങൾ കണ്ടോളൂ. പള്ളിയിലെ കൊടികുത്തു നേർച്ച ആ മഹാനോടുള്ള ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഇവിടെ കൊടികുത്ത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 200 വർഷത്തെ പഴക്കമുള്ളതായി പഴമക്കാർ പറയുന്നു. ഈ മഹാനവറുകളുടെ ഖബറിനു മുകളിൽ പട്ട് പുതപ്പിക്കുന്നതിനും യാസീൻ, മൗലൂദ്, റാത്തീബ് എന്നിവ ഓതുന്നതിനും ഖബർ സിയാറത്ത് ചെയ്യുന്നതിനും ഇവിടത്തെ പ്രധാന നേർച്ചയായ അരിയും കുരുമുളകും വാങ്ങിക്കുന്നതിനും ചക്കരക്കഞ്ഞി, വെളിച്ചെണ്ണ എന്നിവ വാങ്ങിക്കുന്നതിനും വൻ തിരക്ക് അനുഭവപ്പെട്ടു. സഹോദരങ്ങൾ, ഒരു ജാറ കണ്ടത്. അവിടെ ഖബർ കെട്ടിപ്പൊക്ക, ഉയർത്തിയിരിക്കാൻ പൊട്ടിട്ട് മൂടാണ് ഖബറിനെ. എന്താ ഇസ്ലാമിന്റെ നിയമം? എന്താണ് ഇസ്ലാമിന്റെ നിയമം? തഴവ പോലും പറയാണെന്ത്? ഒരു ചാണുയർത്തൽ സുന്നത്തെന്ന തുഹഫയിൽ അതിലേറെ മക്റൂഹെന്നതാ ശർവാനിയിൽ നിരത്തുന്നതാണുരുട്ടുന്നതേക്കാൾ നല്ലത് എന്നാണ് അബൂദാവൂദിലും കാണുന്നത്. ഒരു ഖബറ്, ഒരു ചാൺ ഉയർത്തൽ ആ സുന്നത്ത് മാത്രല്ല, അതിലേറെ മക്രൂഹാണ്. ഒരു ചാണിനേക്കാൾ ഖബർ ഉയർത്താൻ തന്നെ പാടില്ല. മണ്ണിട്ടാണെങ്കിൽ ഉയർത്താൻ തന്നെ മക്രൂഹാന്നാ പറയുന്നത്. മാത്രല്ല, നിരത്തുന്നതാണ് ഉരുട്ടുന്നതേക്കാൾ ഉത്തമം. അതിനേക്കാൾ ഉരുട്ടുന്നതിന്, ഖബറിങ്ങനെ ഉരുട്ടി വെക്കുന്നതിനേക്കാൾ നല്ലത് നിരത്തലാണ്. അതാണ് അബൂദാബിൽ പറഞ്ഞിട്ടുണ്ടത്. തീർന്നോ? വീണ്ടും അയാൾ പറയാണ്, കുമ്മായമിട്ട് ഖുബൂറ് കെട്ടിപ്പൂശലും മക്റൂഹ് തന്നെന്നുള്ളതാ നിയമത്തിലും. കണ്ടോ? കുമ്മായിട്ട് ഖബർ കെട്ടിപ്പൂശലും മക്റൂഹാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞണ്ടിനോ മാത്രം മക്രൂ മക്രൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖബർ കെട്ടിപ്പൊക്കാനും പാടില്ല, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല അല്ലേ? കൃത്യമായി സഹോദരങ്ങളെ പറയാ. ഇന്ന് മാത്രല്ല, ഈ ഖബറിന് ചുറ്റും നടക്കുന്ന അനാചാരങ്ങൾ ഇന്ന് AP സമസ്ത, EK സമസ്ത, ഏത് സമസ്ത എടുത്ത് പരിശോധിച്ചാലും അവർ പറയും ഞങ്ങൾ ഈ അനാചാരത്തിനൊക്കെ എതിരാണ്, ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഖബറിന്റെ സമീപത്ത് ചെണ്ടയടി നടക്കുന്നുണ്ട്, ആനയടി നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല. എന്നാൽ ഇവരുടെ കിതാബിലെ ഫത്വയാണ് ഇവർ വായിക്കുന്നത്. എന്ത്? ചെണ്ട അത് അടിക്കാന്ന്, നടുകുടുങ്ങാത്ത ചെണ്ട അടിക്കാൻ. നിങ്ങൾ കേട്ടല്ലോ, ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ. ചെണ്ട അടിക്കാന്ന് മുസ്ലിം ഫത്വ കൊടുക്കണം. ചെണ്ടമുട്ടായി ഹറാമാണെന്ന് അല്ല, ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ, അതായത് നടു കുടുങ്ങിയതും 2 ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. അവിടെ ഇടുങ്ങിയുടെ വിഷയം വരുന്നത്, ഇടുങ്ങുമ്പോ വിഷയം വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങല് വലിയ വിഷയം തന്നെയാണ്. പറയണ്ടോ? അത് നിങ്ങൾക്ക് തിരിയായിട്ടാണ്. അപ്പോ ഇടുങ്ങിയ ചെണ്ട അല്ലാത്ത ചെണ്ട അടിക്കാന്ന് പറഞ്ഞത്. ഇടുങ്ങിയ ചെണ്ട അടിക്കാൻ പറ്റില്ല, ഇടുങ്ങിയ പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോ അല്ലാത്ത ചെണ്ട അടിക്കാം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. ഫത്വ കൊടുക്കാണ്. കിതാബിലുള്ള ഫത്വ പറയണത്. കിതാബിലുള്ള ഫത്വ വലിയ വലിയ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സഹോദരങ്ങളെ, ഇത് കണ്ട് ഈ ഫത്വ കേട്ടിട്ട് ആളുകൾ പോയി ചെണ്ട അടിക്കണത്. ആളുകൾ ഇപ്പോ പിന്നെ മടവൂർ ഫെസ്റ്റ് ഉണ്ടല്ലോ, മടവൂർ ആളുകൾ നടത്തിയൊരു സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദിൽക്കെതിരെ ഇട്ട് നടക്കണം. ആ ഫെസ്റ്റിലായാലും അതുപോലെ തന്നെ വേറൊരു ഫെസ്റ്റ് ഉണ്ടല്ലോ, ഇവരൊക്കെ ദർഗയിൽ നടത്തുന്ന ഫെസ്റ്റ്, ആ ഫെസ്റ്റ് ആയിരുന്നാലും ഇവർ തമ്മിൽ വലിയ ബന്ധാ അല്ലേ? ആ സലഫി ഫെസ്റ്റില്, മടവൂരിൽ നടത്തിയ സലഫി ഫെസ്റ്റില് കടുവത്തോൽ അണിഞ്ഞിട്ട് വന്നു സക്കാഫി പരാതി വരണേ. ഒരാള് കടുവത്തോൽ അണിഞ്ഞിട്ട് ഇങ്ങനെ കടുവളിച്ച് വന്നു മടവൂരിൽ നടത്തിയ സലഫി ഫെസ്റ്റിലെ. അപ്പൊ നോക്കുമ്പോ ആരാ ഇത് വിറ്റെന്നറിയോ? മടവൂരിക്ക് ഈ കടുവത്തോല് കൊടുത്തായിരുന്നു ഒരു സക്കാഫി. ആ സക്കാഫിയെ കൈയോടെ പോലീസ് പിടിച്ചു. കടുവത്തോല് മോഷണ കേസിൽ സക്കാഫി പിടിയിൽ. പത്രത്തിലൊന്ന് വാർത്തയാണ്, നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഏതായാലും കടുവത്തോല് മോട്ടിച്ചോണ്ട് വന്നിട്ട് മടവൂരികൾക്ക് കൊടുത്തു, കാശ് വാങ്ങി. അപ്പൊ ഏതായാലും അതവിടെ നിൽക്കട്ടെ, രണ്ടുപേരും ഒരു കക്ഷിയാണ്. ആ രൂപത്തിൽ ചെണ്ട അടിക്കണ നോക്കും. മടവൂരി ഫെസ്റ്റിലും അതുപോലെ തന്നെ ഇവരുടെ ചേറ്റുവ നേർച്ചയിലൊക്കെ ചെണ്ട അടിക്കുന്ന രംഗം ഈ ഫത്വ കേട്ട് ചെണ്ട അടിക്കുന്ന നിങ്ങൾ കണ്ടോളൂ. ഫത്വയും കാണാം, ചെണ്ടയും. ചെണ്ടമുട്ടായി ഹറാമാണെന്ന് അല്ല, ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ, അതായത് നടു കുടുങ്ങിയതും 2 ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? പറയട്ടെ, എന്തൊക്കെ പറഞ്ഞത്? ഹറാമാണെന്നൊക്കെ എന്നാ പറഞ്ഞത്? ചെണ്ടമുട്ടായി ഹറാമാണെന്ന് അല്ല, ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ, അതായത് നടു കുടുങ്ങിയതും 2 ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? പറയട്ടെ, എന്തൊക്കെ പറഞ്ഞത്? ഹറാമാണെന്നൊക്കെ എന്നാ പറഞ്ഞത്? ചെണ്ടമുട്ടായി ഹറാമാണെന്ന് അല്ല, ജായിസാണെന്ന അവസ്ഥയിൽ
ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ദുടിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ മുസ്ലിയാരുടെ ഫത്വ കേട്ടിട്ട് ചെണ്ട അടിക്കണത് ഉണ്ട്. നമ്മൾ ചോദിച്ചാലോ നമുക്ക് ഇതായിട്ട് ബന്ധമില്ല. പിന്നെ ആർക്കാ ബന്ധം? ധാരുണ്ടാക്കി മുജാഹിദ് ഉണ്ടാക്കിയതാ? അല്ലല്ലോ. നേരെ മറിച്ച് ഇവിടെ ചെണ്ടയടി സംസ്കാരം കൊണ്ടുവന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ആരാ? മുസ്ലിയാക്കന്മാരാ. കാരണം നടുകുടുങ്ങിയല്ലാത്ത അതിന് ദുടീന്ന പറയാറ്. നടുകുടുങ്ങിയ ചെണ്ടക്ക് ദുടീന്ന പറയും. ആ ദുടിയല്ലാത്ത ചെണ്ടയൊക്കെ അടിക്കാന്ന ഫത്വ. ഒരു കുഴപ്പമില്ലാതാ. എന്നാല് ആ ദുടി ഹറാമാന്ന് പറഞ്ഞത്. പക്ഷെ ആ ദുടിയും കൊണ്ടാണ് റിഫായി ഷെയ്ഖ് കഅബാലയത്തിനടുക്ക പോയത്. മാലയിലുണ്ട് മുന്നും പിന്നെ ഒരു ദുടി അത് കൊട്ടിക്കൊണ്ട് കഅബാലയത്തെ തവാഫ് ചെയ്തു. ആര്? റിഫായി ഷെയ്ഖ് തവാഫ് ചെയ്ത കഥ മാലയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവര് പറയുന്നത് അത് പാടില്ല, അത് ഹറാമാ, ദുടി കൊട്ടാൻ പാടില്ല, ദുടിയല്ലാത്ത ചെണ്ട അടിക്ക. അങ്ങനെ ആ 10 കേട്ട് സാധുക്കൾ പോയിട്ട് എന്തെടുക്ക? ചെണ്ട അടിക്ക. ഇനി അത് മാത്രല്ല, പള്ളി ഈ ഉറൂസ് സ്ഥലത്ത് നോക്കുമ്പോ ആന, നമ്മള് ചോദിച്ചു എന്തിനാ ആനയും ദീനും തമ്മിൽ എന്താ ബന്ധം? അപ്പോഴും മറുപടി ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ട് ആനയെ പറ്റി. ഓത് എന്ന് പറഞ്ഞു. എന്താ ഓതി ഇപ്പൊ കണ്ടത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കാസ്ഫിൻ മഅകൂൽ. അബ്രഹത്തിന്റെ ആനപ്പട വിശുദ്ധമായ കഅബാലയത്തെ തകർക്കാനാണ് പണ്ട് വന്നതെങ്കിൽ അതേ ആനയെ പിടിച്ചിട്ട് വിശ്വാസിയുടെ ദീൻ പൊളിക്കാറായി ഇപ്പൊ മുസ്ലിയാക്കന്മാര്. നമ്മള് ചോദിച്ചു എന്തിനാ ഈ ആന? എന്തിനാ ഈ പള്ളിപ്പറമ്പിൽ ആന? ഈ വലിയ രൂപത്തില് പള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വലിയ ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആളുകളെ നമസ്കരിക്കാൻ വേണ്ടി ഹയ്യാല സ്വലാ ഹയ്യാല ഫല എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആളുകൾ നമസ്കരിക്കാൻ വരും. വലിയ ആനപ്പിണ്ടം പള്ളിയുടെ വാതിക്കല്. എന്താ ഈ അനാവശ്യം ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോ മുസ്ലിയാക്കന്മാര് പറയാ ആനക്കെന്താ കുഴപ്പം ചോദിക്കണേ. ആനക്കെന്താ കുഴപ്പം? സഖാഫിന്റെ ചോദിക്കണമെങ്കിൽ കേട്ടോളൂ. ആനക്കെന്താ കുഴപ്പം? വേറെന്താ മുട്ടൽ? ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് എടുക്കുന്നുണ്ടോ? ഖുർആനിൽ പറയണം ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. വേറെന്താ? ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലേ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ? ആനല്ലേ പറഞ്ഞത് മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുണിയെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുണിയെടുക്കാൻ പാടില്ലല്ലോ, കാര്യമോ മുടുങ്ങല്ലോ. മറ്റു മതസ്ഥരെ കുപ്പാടിയുണ്ട്, നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ പറഞ്ഞ് വെളിച്ചം കത്തിച്ചിട്ടുണ്ട്, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടുവരുമ്പോൾ ആറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കൽ വലിയ പുണ്യാണെന്ന് നമുക്ക് വാദമില്ല. ഞാൻ അങ്ങനെ ആരും മനസ്സിലാക്കും വേണ്ട. അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമ്മമാണെന്ന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാളൊരാനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കിടന്ന് നടന്നു, യാത്ര ചെയ്തു, ഇസ്ലാമിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാവും, അതിനൊക്കെ തന്നെ. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല. ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ആനക്ക് എന്താ കുഴപ്പം? ആന തെറ്റാന്ന് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? മാത്രം ഇവർ ന്യായീകരിച്ച് പറഞ്ഞെന്താ? ന്യായീകരിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാല് അള്ളാഹു അത്ഭുത ജീവികളെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അണ്ട് ആനയെ കാണുമ്പോ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പറ്റൂല. ഇവിടെ ചുമ്പുരാനെ എന്തായി കാണുന്നത്? 4 കാലൊരു വാല, ഒരു തുമ്പിക്കൈ. നിന്റെ സൃഷ്ടിപ്പ് അപാരം തന്നെ എന്ന് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാനാണ് ആനയും കൊണ്ട് നടക്കുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ ആനക്കെന്താ കുഴപ്പം നയിക്കണത്? എന്താ ആനക്ക് കുഴപ്പം? കണ്ടോളൂ. വേറെന്താ മുട്ടൽ? ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് എടുക്കുന്നുണ്ടോ? ഖുർആനിൽ പറയണം ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. അടുത്ത വേറെന്താ മുട്ടൽ? ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് എടുക്കുന്നുണ്ടോ? ഖുർആനിൽ പറയണം ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. ആനക്കെന്താ കുഴപ്പം? കണ്ടോ? ആനക്കെന്താ കുഴപ്പം നയിക്കണം. കണ്ടല്ലോ കുഴപ്പം എന്താന്ന്? ആനക്കെന്താ കുഴപ്പം കണ്ടല്ലോ. അപ്പൊ സഹോദരങ്ങൾ, ഈ രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ മുഴുവൻ കാര്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോഴത്തെ പണി എന്താ അറിയോ? ഇപ്പൊ പണി അതും കഴിഞ്ഞു. പണ്ട് നവീനായത് ഉണ്ടാക്കലായിരുന്നു, പുതിയത് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇപ്പൊ ഉണ്ടാക്കി ഒന്നുകൂടി നവീകരിക്കുക. അങ്ങനെയുണ്ട്. ബിദ്അത്ത് ഇങ്ങനെ ഉണ്ടാക്കി ഓരോന്നോരോന്ന് കൊണ്ടുവന്നു.
പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോഴും ഉണ്ടാക്കിയത് നന്നാക്കുക, നവീനമായി കടത്തിക്കൂട്ടിയ വിദ്യാർത്ഥികൾ ഒന്നും കൂടി നന്നാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. ആ പണിയില ഇപ്പോൾ ഉള്ളത് അല്ലേ? നമ്മൾ ഈ അടുത്ത് കണ്ടു, എന്താ നമ്മുടെ നാട്ടിലെ ഇപ്പോ പുതിയ ഒരു സമ്പ്രദായം. കാരണം ഈ ബറേൽവികളായ കുറച്ച് ആൾക്കാര് ബോംബെന്നും മറ്റുമൊക്കെ ഒരു ഡിസ്കോ ഡാൻസ് രൂപത്തിൽ കുറെ ദിക്റും സലാത്തൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിലൊക്കെ കുറച്ച് സ്വാധീനം ഉണ്ടാകാൻ തുടങ്ങി. അത് കണ്ടിട്ട് അപ്പൊ ഇവര് ചിന്തിച്ചു, ഇത് കൊള്ളാം, നല്ല കച്ചവടച്ചരക്കാണല്ലോ, പുതിയ ഐറ്റംസ് ആണല്ലോ. അങ്ങനെ ഇവര് പോയി വിലക്കെടുത്തിട്ട് ഇപ്പോ ആ രൂപത്തിലുള്ള തങ്ങൾ കൊണ്ട് നടക്കുന്ന ബറേൽവികളിൽ നിന്ന് കടമെടുത്ത ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ബറേൽവികൾ കൊണ്ട് നടന്ന ആ ആചാരത്തെ കടെടുക്കാനുള്ള ശ്രമത്തില ഇപ്പോ അല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ മൗലായും അതുപോലെ തന്നെ യാ റബ്ബി സ്വല്ലി അലൻ നബിയൊക്കെ ഒരുപാട് കാലമായി കേൾക്കുന്നുണ്ട്. ആ കോലം എങ്ങനെയായിരുന്നു? നമ്മളെല്ലാരും കേട്ട കോലം എങ്ങനെ? നമ്മളൊക്കെ പരിചയമുള്ള കോലം എങ്ങനെ? കേട്ടോളൂ. അതിന്റെ ഒരു സാമ്പിൾ മറന്നിട്ടല്ല, എന്നാലും സാമ്പിൾ നിലക്ക് കിടക്കട്ടെ. നമ്മൾ കേട്ട മൗലായ എങ്ങനെയായിരുന്നു? البردة إرضاء للحفل واختصارا لهذا الاجتماع الكبير العظيم، فنقول مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم، مولاي صل وسلم دائما أبدا خير الخلق كلهم، يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العميم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، فإن من جودك الدنيا കണ്ടോ? നമുക്ക് പരിചയമുള്ള മൗലായ. ഇത് പണ്ട് ഇതിലുള്ള മൗലായ സെല്ലി വസല്ലം എന്ന് പറഞ്ഞിട്ട് സ്റ്റൈലിൽ പാടാ അല്ലേ? പക്ഷെ ഇപ്പോ അതിന്റെ ട്യൂണും അതിന്റെ ശൈലിയൊക്കെ മാറ്റിയിട്ട് രണ്ടാമത് ആ ഉള്ളതിനെ തന്നെ ഒന്നുകൂടി നവീകരിക്കാൻ അണ്ട് സ്റ്റൈല് മാറ്റുക. എങ്ങനെയാ സ്റ്റൈല് മാറ്റിയത്? കേട്ടോളൂ. رحمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مقبولة ابدا منهم بخير ابي وخير بعد فلم تيتم ولم تائبي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم هم الجبال فسل عنهم مصاصمهم ماذا رأوا منهم في كل مصطدم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم، وسل غنينا وسل بدرا وسل احدا الفصول ذات لهم ادهى من المقام مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم، المسجد البيض حمرا بعدما طردت من الحدى كل مثبت من الامام مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. इसी तरह ज़ौक़ व शौक़ के साथ समाअत फरमाएं. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم، قدمته بمديح استقيل به ذنوب عمر مضى في الشعر والخدم، مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم، إذ قلدني ما تخشى وقبه كأنني بهما هدي من النعم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പുതിയ സ്റ്റൈല്
പുതിയ രൂപം ഇത്. പുതിയ രൂപത്തിലേക്ക് ഒരു ബിദഅത്ത് ഉണ്ടാക്കിയിട്ട് ആ ബിദഅത്തിനെ പിന്നെയും ബിദഅത്ത് ചെയ്ത് അത് നവീകരിച്ച് പുതുതാക്കി കൊണ്ടുവരിക. വീണ്ടും അതിൻ്റെ അകത്ത് പിന്നെയും കോലിട്ടടക്കുക അല്ലേ? എന്നിട്ടോ മുസ്ലിയാക്കന്മാർ ഇപ്പൊ അഭിമാനത്തോടെ പറയാം, ഞങ്ങള് വേറെ മിടുക്കന്മാരാ, ബിദഅത്ത് ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾ മിടുക്കന്മാരാ, ഞങ്ങൾ ഇതും ചെയ്യും അപ്പുറം ചെയ്യും. കേട്ടോളൂ അദ്ദേഹം ഒരു സഖാവി തന്നെ വിശദീകരിക്കുന്നത്. നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന് തോരാൻ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ. അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സന്മാരിങ്ങോട്ട് വരും, ഒരു ടോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ചാണ് മൗലായ ഉള്ള ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا للأجداد تشرفت المدينة. പടച്ചോനെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതിന്റെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ? അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ ഉറുദുവിലും അങ്ങനെ സബ്രിക്കൽ പോലെ മറുകേബ, ഊച്ചെ പോലെ മറുകേബ, സബ്രിക്കർ പോലെ മറുകേബ മറുകേബയ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചെ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ? ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറ് കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് ആ ഇട്ട നിങ്ങൾ കേട്ടു നോക്കട്ടെ അത് നമ്മളിങ്ങനെ പോവുക. നോക്കി ഇതെന്തേ 6-ാം നൂറ്റാണ്ടിലെ കവി പല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോലിക്ക് പീച്ചേക്കാകെ ഇതാ ചൊല്ലുന്നത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ഇതാ കൊടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. ആധുനിക യുവാക്കളെ വിളിച്ചിട്ട് ആധുനിക ശൈലി തന്നെ പിന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. എന്നിട്ട് പഴയ കാല പ്രായം ചെന്ന എല്ലാ വയസ്സന്മാർക്കും തെറി അല്ലേ? ഓ മൂന്നട്ടന്റെ ടൂറിസം കഷത്തിന് വന്നിട്ട് ഒരു മൗലായ ഒരു പാട്ട് തന്നെ ആയിരുന്നു. അത് കേൾക്കുമ്പോ തന്നെ അരോചകാണ്. ഓ കണ്ടോ, അതൊന്നും പിടിക്കണില്ല. ആധുനിക സക്കാവികൾക്ക് അതൊന്നും പിടിക്കുന്നില്ല. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ അല്ലോ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടിട്ട് താളമൊക്കെ പിടിച്ചിട്ട് ഇപ്പൊ ഈ കോഴിക്കോടും കണ്ണൂർ ഭാഗത്തൊക്കെ ഇപ്പൊ പുതിയ പണിയതാ. എല്ലാ മുസ്ലിയാക്കന്മാരും പുറകിരുന്നിട്ട് താളം പിടിക്കുക. ഇങ്ങനെ അല്ലാ അല്ലാന്നാ താളം പിടിക്കണത്. താളം പിടിക്കാൻ അല്ലാ. പിന്നെയോ പാട്ട് മൗലായി ഈ രൂപത്തിൽ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ്, യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി പുതിയ ശൈലിയിൽ പഴയത് പുതിയ കുപ്പിയിലാക്കിയിട്ട് പുതിയ രൂപത്തിലിറക്കുക. നിങ്ങളെല്ലാം ഇങ്ങനെ കള്ളക്കച്ചവടം നടത്തിയത്, മുഴുവൻ കള്ളക്കച്ചവടം നടത്തിയത്, എല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചാ വിട്ടത്. എല്ലാ രൂപത്തിലുള്ള വിദ്യാർത്ഥികളും ഉണ്ടാക്കിയിട്ട് ആ വിദ്യാർത്ഥികൾക്ക് നവീനമായ രൂപവും ഭാവവും നൽകിയിട്ട് ഒന്നൊന്നായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാത്തിന്റെയും മുകളിൽ സുന്നത്ത് ജമാഅത്ത് സ്റ്റിക്കർ, സുന്നത്ത് ജമാഅത്തിന്റെ ലേബല് അതൊട്ടിച്ചു വെച്ചിരിക്കുന്നു. സഹോദരങ്ങൾ, ഇത് തിരിച്ചറിയണം. ലേബലല്ല നമുക്ക് വേണ്ടത്, നേരെ മറിച്ച് യഥാർത്ഥ സുന്നത്ത് ജമാഅത്താണ് എന്താണ് എന്ന് തിരിച്ചറിയണം. അതൊരിക്കലും ഈ പറയുന്ന രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ നവീനമായ ആശയങ്ങൾ കുത്തിനിറച്ച ഈ കുപ്പിയല്ല. നേരെ മറിച്ച് വളരെ വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കൈമാറിയ കൃത്യമായ ആദർശമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആ സുന്നത്ത് ജമാഅത്തിന്റെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആ ആശയത്തിലേക്ക് കൃത്യമായി മുജാഹിദുകൾ ജനങ്ങളെ വിളിക്കുന്നു, കൊണ്ടുപോകുന്നു. കൃത്യമായി ആ മാർഗമാണ് പറയുന്നത്, പഠിപ്പിക്കുന്നത്. ആ മാർഗത്തിലേക്കാണ് ജനങ്ങളെ വിളിച്ചത്. അതിന്റെ പേരിലാണ് ഇന്ന് വരെയും മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചിട്ടുള്ള എല്ലാവരും അല്ലേ? കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ, അതിന്റെ പേരിൽ അധിക്ഷേപങ്ങൾ എന്തൊക്കെ നമുക്കറിയാം. സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയം ആരത് കൊണ്ടുവന്നത്? അത് മുജാഹിദുകൾ 1921 ശേഷം മുജാഹിദുകൾ കൊണ്ടുവന്നത് ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലില്ലേ? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളെ അല്ലാഹുവിന്റെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞത് മുജാഹിദാണോ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ? മാത്രമല്ല, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞത് പ്രവാചകനല്ലേ?
മാത്രമല്ല മഹാനായ ഇമാം നബവി പോലും അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിൽ കൃത്യമായി ഇബ്നു മുൻദിറിൽ നിന്ന് ഇജ്മാ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഒരു പെണ്ണ് ലൗ ഹദറത്തവൾ ഹാദറായി വസല്ലത്തിൽ ജുമുഅ, ജുമുഅ നമസ്കരിക്കുകയും ചെയ്താൽ ജാസ, അത് അനുവദനീയമാണ്. കാരണം വഖദ് തബത്തത്തിൽ ഹദീസു സഹീഹത്തുൽ മുസ്തഫീദ, സ്വഹീഹായ മുസ്തഫീദായ അനവധി ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്ത്? തീർച്ചയായും പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പള്ളിയിൽ പ്രവാചകന്റെ പിന്നിൽ പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ നമസ്കരിക്കാറുണ്ടായിരുന്നുവെന്ന് ഒരു ഹദീസല്ല, രണ്ടു ഹദീസല്ല, അനവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം നവവി ഇബ്നു മുൻദിറിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിന്റെ 4-ാം വാള്യം 484-ാം പേജിൽ പറഞ്ഞിട്ടില്ലേ? മാത്രമല്ല അതിനു പുറമെ മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൃത്യമായി ഇബ്നു അറബിയിൽ നിന്നുള്ള ഉദ്ധരണി, ഇബ്നുൽ അറബിയിൽ നിന്നുള്ള ഉദ്ധരണി രേഖപ്പെടുത്തിയില്ലേ? എന്താണ് മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആന്റെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചത്? അതേ ഇബ്നു അറബി പറയുകയാണ്, ഇബ്നുൽ അറബി പറയുകയാണ്, ലഖദ് ദഖൽതു നയ്ഫൻ അലാ അൽഫി ഖറിയ, ആയിരക്കണക്കിന് രാഷ്ട്രങ്ങളിൽ ഞാൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. ഫമാ റഅയ്തു നിസാഅൻ അസ്ഫന യാലം വലാ അഅഫ നിസാഅൻ മിൻ നിസാഇ നാബൽസ്, നാബൽസിലെ സ്ത്രീകളെക്കാൾ പതിവ്രതകളായ അത്യുന്നതകളായ സ്ത്രീകളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അല്ലത്തി റുമിയ ബിഹൽ ഖലീലു അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിയപ്പെട്ട നാടായ നാബൽസ്, ആ നാബൽസിൽ പിൽക്കാലഘട്ടത്തിൽ വന്ന പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച ആ സ്ത്രീകളുണ്ടല്ലോ, പതിവ്രതകളായ സ്ത്രീകൾ, അത്രയും പതിവ്രതകളായ മഹോന്നതകളായ സ്ത്രീകളെ വേറെ ഒരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല. ഫഇന്നി അഖംതു ഫീഹാ, ഞാൻ ആ നാബൽസിൽ താമസിച്ചു. ഫമാ റഅയ്തു ഇംറഅതൻ ഫീ തരീഖി നഹാറാ, പകലിൽ ഒരു പെണ്ണിനെയും ഞാൻ റോഡിൽ കാണാറില്ല. ഇല്ലാ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസമല്ലാതെ. ഫഇന്നഹുന്ന യഖ്റുജുന ഇലൈഹാ, വെള്ളിയാഴ്ച ദിവസമായാൽ അവർ പള്ളിയിലേക്ക് പുറപ്പെടും. യംതലിഉൽ മസ്ജിദു മിൻഹുന്ന, സ്ത്രീകളെ കൊണ്ട് പള്ളി നിറയും. ഫൈദാ ഖുദിയത്തിസ് സലാത്തു, നമസ്കാരം കഴിഞ്ഞാൽ വൻഖലബിന ഇലാ മനാസിലിഹിന്ന, അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ലം തക ഐനി അലാ വാഹിദത്തിൻ മിൻഹുന്ന ഇലൽ ജുമുഅത്തിൽ ഉഖ്റാ, അടുത്ത വെള്ളിയാഴ്ച വരെ പിന്നെ ഒരൊറ്റ പെണ്ണിനെയും ഞാൻ റോഡിൽ കാണാറില്ല. പിന്നെ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴാ സ്ത്രീകൾ വരല്. നാബൽസിലെ അവസ്ഥ ഇതാണ്. അവരാണ് ഏറ്റവും മഹോന്നതകളായ സ്ത്രീകൾ എന്ന് ഇബ്നുൽ അറബി പറഞ്ഞത് മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നബി, സ്വഹാബത്ത്, ഇജ്മാ, അതുപോലെ തന്നെ ചരിത്ര സാക്ഷ്യം വെച്ചുകൊണ്ട് ആ മുജാഹിദുകൾ സ്ത്രീകൾ പള്ളി പ്രവേശം അനുവദിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞത്? കണ്ടില്ലേ പുത്തൻ വാദം. നബി പറഞ്ഞ അതിനെതിരെ പറയും. നബി എന്ത് പറഞ്ഞതിനെതിരെ പറയും? ഖബർ കെട്ടി പൊക്കല്ലേ എന്ന് പറഞ്ഞാൽ പൊക്കും. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കൂല. നബി എന്ത് പറഞ്ഞതിനെതിരാ? അവസാനം ഇപ്പൊ എന്താ? ഇപ്പൊ നോക്കുമ്പോ കാണുന്നത് വെച്ചാൽ പെണ്ണുങ്ങൾ പള്ളിയില് നിങ്ങൾ കാണാൻ കൃത്യമായി കാണാം. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على الرحيم قل هو الله احد الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل على سيدنا محمد كما صليت على ابراهيم اللهم ثم إلهنا ونفع بإجلالنا يا رب العالمين ربنا آتنا
يعلم إنا إليكم لمرسلون وما عليهم قالوا طائركم معكم أئن ذكرتم كل لما جميع الذين محضرون وأن أصحاب الجنة اليوم في شغل فاكهون ശേഖരിക്കണമായിരുന്നു റഹ്മാൻ. അത് നീ പൂർത്തിയാക്കി തന്നിരിക്കുന്നു റഹ്മാനെ. നിനക്ക് നന്ദി ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്തു തരണേ റഹ്മാനെ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാനെ ഒരുപാട് ബാധ്യതകളും മാപ്പാക്കി തരണേ റഹ്മാനെ. റഹ്മാനായ രാജസംഗീതായ قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن أنزلنا على قومه من بعده من جند من السماء وما കണ്ടോ പള്ളിയിൽ വന്നിട്ട് പെരുവെടുക്കുക സ്ത്രീകളുടെ ഒരു ഫിത്നയില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, ഒരു ഫിത്നയില്ല. അങ്ങനെ സ്ത്രീകൾ ഇപ്പൊ പള്ളിയിലേക്ക് വന്ന് പിരിവൊക്കെ എടുത്ത് മൂലാക്കന്മാരൊക്കെ ഉണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ സ്ത്രീകൾക്ക് ഇപ്പൊ വരാ അത് മോനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ചിലപ്പോ ഇപ്പൊ തന്നെ മറുപടി മനസ്സിലുണ്ടാവും ചില അത് ഏതോ പള്ളിയിൽ ആരോ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ, നമ്മളൊന്നും അംഗീകരിക്കുന്നില്ല, സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയൊന്നുമല്ല. എനിക്ക് ഇപ്പൊ പറയാ പേരോട് വിചാരം പറയാം, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോ ഒരു കുഴപ്പമില്ല, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പേരോട് വിചാരം പറയണത്. പിന്നെന്താ പ്രശ്നം, പള്ളി പോയി നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂലേ, പിന്നെന്തിനാ പള്ളിയിൽ പോണത്, പിന്നെന്തിനാ പള്ളിയിൽ പോണത്? പള്ളി പോകുന്നതിൽ ഒരു തർക്കം തന്നെ ഇല്ല, പള്ളി പെണ്ണുങ്ങൾക്ക് പോകാന്നാണ്. ആര്? പേരോട് മുസ്ലിം. ആ വാചകം നിങ്ങൾ കൃത്യമായി കേട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇപ്പൊ ചില ആളുകൾ സ്ത്രീ പള്ളി പ്രവേശം, നമ്മളെ സുന്നികളും പറയൂ തന്നെ സ്ത്രീ പള്ളി പ്രവേശം, അങ്ങനെ പറയാൻ തന്നെ പാടില്ല. സ്ത്രീ പള്ളി പ്രവേശം അങ്ങനെ ചർച്ചയില്ല സുന്നികളല്ലാത്തവരും തമ്മിൽ. പിന്നെ സുന്നിയല്ലാത്തവർ നമ്മുടെ തർക്കം എന്താണ്? സ്ത്രീക്ക് പള്ളി പ്രവേശിച്ചൂടെന്നല്ല. അത് നമ്മളെ മദ്രസയിലെ ബുക്കിലൊക്കെ ഉണ്ട്. ഹൈലുള്ള സമയത്ത് സ്ത്രീക്ക് പള്ളി കടക്കാൻ പാടില്ല, ജനാപത്തുള്ള സമയത്ത് പുരുഷന്മാർക്ക് കടക്കാൻ പാടില്ല. പള്ളി പ്രവേശിച്ചുള്ള മസയിൽ അങ്ങനെ. പിന്നെ എന്താ നമ്മൾ തർക്കം? സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാവോ പോയിക്കൂടേന. അത് പള്ളിയിലേക്കാണെങ്കിലും ശരി, മദ്രസയിലേക്കാണെങ്കിലും ശരി, എവിടെയാണ് ശരി, ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പോയിക്കൂടെ, ഇതാ തർക്കം. പള്ളി പ്രവേശിക്കാമോ പ്രവേശിച്ചുകൂടെ, അങ്ങനെ ഒരു തർക്കം സുന്നികളല്ലാത്തവരും തമ്മിലില്ല. ഞാൻ 100 പ്രാവശ്യം വരെ പ്രസംഗത്തിലും അത് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോ നമ്മളെ സംഘടനാ പ്രവർത്തകന്മാരിൽ ചിലർ സ്ത്രീ പള്ളി പ്രവേശനം തന്നെ ബാനർ എഴുതിക്കൊണ്ടുവരും. സ്ത്രീ പള്ളി പ്രവേശത്തെ സംബന്ധിച്ച് 10 മില്യൺ അല്ല മദ്രസയിൽ, നമ്മളെ മദ്രസയിൽ സുന്നി വിദ്യാഭ്യാസം മദ്രസയില്ലേ, സ്ത്രീക്ക് പള്ളി പ്രവേശിക്കാവോ പ്രവേശിച്ചു അങ്ങനെ തർക്കമുണ്ട് നമ്മുടെ ദീനിൽ. സ്ത്രീക്ക് പള്ളിയിൽ കിടക്കാമോ കടന്നുകൂടേതല്ല. ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, എന്നിട്ടോ ആ വീട്ടുകാർക്ക് ആ റൂമിൽ കടന്നു. എന്താ തെറ്റ്? സ്ത്രീക്ക് പള്ളി പ്രവേശിച്ചുകൂടാനാ? അത് പള്ളിയല്ലേ? ഒരു റൂം പള്ളിയാക്കി പള്ളിയാവൂലേ? അവിടെ ഒരു പെണ്ണ് കടന്നാൽ തെറ്റുണ്ടോ? അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾക്ക് പുറപ്പെട്ടു പോകാമോ പുറപ്പെട്ടു പോയിക്കൂടെ? ഇതാണ് സുന്നികളല്ലാത്തവരും തമ്മിലുള്ള തർക്കം. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഫമാ അലിംതു മിൻഹുന്ന അംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമാ. ഷാഫി ഇമാമിന്റെ വാചകം എത്ര അർത്ഥവത്താണ്. ഒരൊറ്റ ജുമഅയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല. ഒരു ജുമഅയിലും പങ്കെടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞു, ഒരു ജുമഅയിലും പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ടുകൂടെ എന്നാ തർക്കം. എന്തിന്? നിസ്കാരത്തിന് വേണ്ടി, ജുമഅക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. ഇവിടെയാ തർക്കം. അല്ല പള്ളി കടക്കാവ് കടന്നുകൂടുന്ന തർക്കം തന്നെ സുന്നികളും അല്ലാത്തവരും തമ്മിൽ ഇല്ല. അത് വേറൊരു വിഷയമാണ്. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ വന്ന് കലരാനും പങ്കെടുക്കാനും പാടില്ല. അത് പള്ളിയിലും പാടില്ല, അല്ലാത്ത സ്ഥലത്തും പാടില്ല. അത് വേറൊരു വിഷയം. സ്റ്റേജിലും പാടില്ല. സ്റ്റേജിൽ കേട്ടിട്ടുണ്ട് SSF ഹൂഡ യൂണിറ്റ് പെണ്ണിനെ കേട്ടിട്ട് സ്റ്റേജ് ഇരുത്തിട്ട് വാന്ന് പ്രസംഗിക്കുന്നു ഇങ്ങനെ ഒരു പെണ്ണിനെ കുറെ മുസ്ലിയാക്കന്മാരെ ഇങ്ങനെ സദസ്സിരിക്കുക, സ്റ്റേജിലും കയറ്റി ഇവര്. നിശ്ചയിച്ച് നമുക്ക് പിന്നെ കാണിച്ചു തരാം. SSF ഹൂഡ യൂണിറ്റ് നമ്മുടെ ഉള്ളാൾ തങ്ങളുടെ നാട്ടിലെ ആയിക്കോട്ടെ. അപ്പോ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമോ? പറ്റും.
വീട്ടിൽ പള്ളി ഉണ്ടാക്കി പള്ളി കയറണ്ടേ? പറ്റൂ. പിന്നെന്താ പറ്റാത്തത്? നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് വരാമോ ഇല്ലേ? നിസ്കാരമൊന്നും ഉദ്ദേശമില്ല, മുയിലേരെ കാണാനാ ഉദ്ദേശം. വന്നാല് പള്ളി കയറാം, പള്ളി കാത്തു കയറാം, അവിടെ ഇരിക്ക നടക്ക, ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് തർക്കം തന്നെ ഇല്ല. അത് കയറാൻ പറ്റുമോ പറ്റൂല തർക്കം തന്നെ ഇല്ല. സ്ത്രീ പള്ളി പ്രവേശം നമ്മുടെ വിവരമില്ലാത്ത ചില ആൾക്കാർ പറയണാണ്, സ്ത്രീകൾ പള്ളി പ്രവേശം അനുവദനീയല്ല, ഒരു തർക്കം തന്നെ ഇല്ല, ചർച്ചനില്ല. എന്തിനാ ഇവിടെ പാഠം ഉണ്ടാക്കി ഇവിടെ കിടന്നിട്ട്? എന്തിനാ? ഇതാ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റം. സുന്നത്തിയ മാറ്റം അങ്ങ് പറഞ്ഞല്ലോ. ഖുർആാനും സുന്നത്തും അങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ കഴിയില്ല, മാറ്റേണ്ടി വരും. എല്ലാ വിധത്തോടെ പൊളിഞ്ഞു പോകും. അതാണല്ലോ പടച്ചമ്പരാൻ പറഞ്ഞത്, അള്ളാന്റെ പ്രകാശം കത്തി എല്ലാ ദുലുമാത്തും അങ്ങ് നീങ്ങും, എല്ലാ ഇരുട്ടും എല്ലാ അന്ധകാരവും അങ്ങ് നീങ്ങിപ്പോകുന്ന, എല്ലാം നീക്കേണ്ടി വരും. എത്രത്തോളം ഇദ്ദേഹം ഈ സഖാഫി അടക്കം പണ്ട് പറഞ്ഞിരുന്നത് എന്താ? നമ്മളിങ്ങനെ സ്ക്രീനൊക്കെ ആയിട്ട് ഇങ്ങനെ ആദ്യം പ്രഭാഷണം നടത്താൻ ആരംഭിച്ചപ്പോ സഖാഫികൾ പറഞ്ഞു, സ്ക്രീനും കൊണ്ട് നടക്കണ്ട. ഇവിടെ അടുത്ത് കുറ്റിച്ചിറയിൽ, ഈ കുറ്റിച്ചിറയിലാണ് ആദ്യമായിട്ട് നമ്മള് ആ സാധ്യമായി ഇദ്ദേഹം ഇത് പറയണത്. ഈ പേരോട് സഖാഫി തന്നെ ഇത് പറയണത് എന്ത്? സ്ക്രീനും കൊണ്ട് നടക്കണ്ട, ജീവനുള്ള മൗലവിമാരുടെ ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, സാക്ഷാൽ ഇബ്ലീസാണെങ്കിലും വേണ്ടിയിലേക്ക് വന്നോളാൻ പറഞ്ഞു. പിന്നെ ഇബ്ലീസ് മൂപ്പരോട് എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഒരു കക്ഷിയല്ലേ, പിന്നെ നമ്മളെന്തിനാ വാദപ്രതിവാദം? അതുകൊണ്ട് നമുക്ക് എന്തായാലും സമരം, നിങ്ങൾ മുജാഹിദിനെ വാദപ്രതിവാദത്തിന് വിളിച്ചോളൂ. അങ്ങനെ ഒരു വെല്ലുവിളി തന്നെ നടത്തിയ അദ്ദേഹം. ആ ഭാഗം നിങ്ങൾ കൃത്യമായി കണ്ടോളൂ. ആ ഭാഗം നിങ്ങൾ കാണാം, കുറ്റിച്ചിറയിൽ വെച്ച് നടന്ന പ്രഭാഷണം. ഞാൻ പറഞ്ഞു വന്നത്, നൂറുകണക്കിന് കേസറ്റുകൾ ആർക്കും കിട്ടും. മൗലവിമാര് കേസറ്റ് വാങ്ങി, അത് വാങ്ങിയിട്ടത് കേട്ട് പഠിക്കല്ല. മൗലവിമാരെന്താ ചെയ്തത്? കേസറ്റ് വാങ്ങി, CD കേസറ്റ് വാങ്ങിയിട്ട് മൗലവിമാരുമെല്ലാം കോഴിക്കോട്ട് ഷെയ്ഖിന്റെ പള്ളിന്റെ അടുത്ത്, ബർക്കത്തുള്ള സ്ഥലം തന്നെയാണല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൗലവിമാര് വന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുകയാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ, ഇതാ പേരോടിതാ ഓടിപ്പോകുന്നു, പേരോടിതാ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു. അങ്ങനെ മുട്ടുന്ന മൗലവിമാരുണ്ടെങ്കിൽ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. കോഴിക്കോട്ട് ജീവനുള്ള മൗലവിമാരുണ്ടെങ്കിൽ നേരിൽ പറയാൻ തയ്യാറാകണം. സ്ക്രീനും കൊണ്ട് നടക്കണ്ട, നേരിൽ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഒന്നാമത്തെ സംവാദം ഞാൻ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിക്കും. സത്യമാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു മൗലവി, അത് ഇബ്ലീസ് ആയാലും തിരക്കേടില്ല, എപ്പോഴാണോ ഒഴിവുള്ളത് വിവരം അറിയിച്ചോളണം. ഈ കുറ്റിച്ചിറ പല സംവാദങ്ങളും നടന്ന സ്ഥലമാണ്. എന്റെ വിഷയം അമ്മഞ്ഞമ്മഞ്ഞം പറയണ്ട. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ തെളിയിക്കും. സുന്നത്ത് ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവി ഉണ്ടോ? അവരെ ജീവനോടെ ആക്കാനുണ്ട്. സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ. നമ്മളെ പ്രസംഗത്തിന്റെ അത്ര അങ്ങേത്തല അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേത്തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യം ഉദ്ധരിക്കൂ, അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് അതും കേൾപ്പിക്കൂല. എന്റെ പേരോട് ഇതാ സമ്മതിക്കുന്നു എന്ന് അറിയൂ, അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണ പതിവാണത്. ഞാനിത് അന്ന് കുറ്റിച്ചിറയിൽ ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പോയത് ഞാനാണ്. ജാറ വ്യവസായ ഇസ്ലാമും എന്ന് പറഞ്ഞൊരു CD ഉണ്ട്, അത് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് മറുപടി പറഞ്ഞപ്പോ തന്നെ ഈ ഭാഗം അന്ന് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ തലയും പാലും കട്ട് ചെയ്തിട്ടാണ് ഇറക്കണമെന്നാണല്ലോ പറയണത്. ഏതായാലും ഞങ്ങൾ അത് ചെയ്യൂല. കാര്യം മുറിക്കാൻ തലയാണല്ലോ മുറിക്കേണ്ടത്, പക്ഷെ ആ മുറിക്കാനുള്ള തല നിങ്ങൾക്ക് വേണ്ടേ? ആ തല നിങ്ങൾക്ക് ഇല്ല, അതുകൊണ്ട് അത് മുറിക്കേണ്ട കാര്യമില്ല. പിന്നുള്ളതൊരു വാലാണ്. ആ വാല് മുറിച്ചാൽ നിങ്ങളുടെ അലങ്കാരം പോകൂലേ? അതിലാണല്ലോ നിങ്ങളുടെ സൗന്ദര്യം. അതുകൊണ്ട് ഞങ്ങൾ അതൊരിക്കലും മുറിക്കാനും തയ്യാറല്ല. ഞങ്ങൾ തയ്യാറല്ല. കൃത്യമായി ആ CD-യിൽ നിങ്ങൾക്ക് കാണാം. ഇത് കഴിഞ്ഞു അന്ന് അവിടെ മറുപടി പറഞ്ഞു, കൃത്യമായി മറുപടി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അല്ല, ഞങ്ങൾ തയ്യാറാ. അന്ന് മഞ്ചേശ്വരം സംവാദം നടക്കുന്നതിന് മുമ്പാണ്. മഞ്ചേശ്വരം സംവാദത്തിന് കരാറെഴുതിയ സമയത്താണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് മഞ്ചേശ്വരത്ത് വെച്ച് പേരോട് നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ കാണാം, അവിടെ എത്തിയാൽ മതി, അവിടെ കാണാം എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം മൂപ്പര് ഈ കുറ്റിച്ചിറ പരിപാടി കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മൂപ്പര് രണ്ടാമതും എവിടെത്തി? കുറ്റിച്ചിറയിലെത്തി. എന്തിനാ? പ്രസംഗിക്കാനാണ്. അന്ന് മറുപടി പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ. ആ ഒരു കൊല്ലം കഴിഞ്ഞ് കുറ്റിച്ചിറയിൽ വന്ന അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന് വയല് പറഞ്ഞു. വയല് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് മറുപടി എന്നോണം ഒരു പ്രസംഗം നടത്തിയെന്ന് ഞാൻ കേട്ടു.
പക്ഷെ അദ്ദേഹത്തെ പോലെ പണിയില്ലാത്തവനല്ലല്ലോ ഞാൻ. എനിക്ക് ഒരു 10-40 പള്ളി നോക്കണം, 10-25 മദ്രസ നോക്കണം, ഒരു 6-7 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സാധുവായി ഞാൻ നടത്തുന്നുണ്ട്. 8ാമത്തതിനാണ് ഇന്നലെ തറക്കല്ലിട്ടത്. അപ്പൊ ഈ സ്കൂൾ മുഴുവനും നോക്കണം. ദേവ കോളേജും ശരീഅത്ത് കോളേജും അതുപോലെ ഉറുദു കോളേജും കുറെ സ്ഥാപനങ്ങൾ സിറാജുൽ ഹുദയുടെ കീഴിലുണ്ട്. അതൊക്കെ ഞാൻ നോക്കണം. എനിക്കിങ്ങനെ പോയി എല്ലാ സ്ഥലത്തും സമയം കളയാൻ എനിക്ക് സമയം കിട്ടുകയില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയപ്പോ ഏതോ ഒരു ചങ്ങാതി വന്നിട്ട് ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കേട്ടു. അള്ളാഹു അദ്ദേഹത്തെ നന്നാക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ പെട്ടുപോയവരെങ്കിലും അള്ളാഹ് നന്നാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നേരം ഇവിടുന്ന് പറഞ്ഞു പോലും പേരോട് ഭയങ്കര വെല്ലുവിളി വിളിക്കും. പക്ഷേ മൂപ്പരെ പിന്നെ കാണൂല. എന്നിട്ട് ഇവിടുന്ന് തന്നെ പറഞ്ഞു പോലും ഏതായാലും മഞ്ചേശ്വരത്ത് ഒരു വാദപ്രകാരം വെച്ചിട്ട് മൂപ്പര് വരുമോ നോക്കാൻ. അൽഹംദുലില്ലാഹ് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ആ സന്തോഷ വാർത്ത നിങ്ങളെ ഒന്ന് അറിയിക്കാണ് കാരണം കഴിഞ്ഞ കൊല്ലം അങ്ങനെ സംഭവം നടന്നതാണല്ലോ. ഭയങ്കര സന്തോഷത്തിലെ മൂപ്പരോടെ മഞ്ചേശ്വരത്ത് പോയിട്ട് കേട്ടോ ആ സന്തോഷ വാർത്ത അറിയിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയാ എന്ത് നന്നാവൂല, ഒരുത്തരുണ്ട് നന്നാവൂല, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നന്നായിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ആരെ നന്നാകാനുള്ളതെന്നും ഇൻഷാ അല്ലാഹ് പിന്നീട് കാണാം, ആയിക്കോട്ടെ. അപ്പൊ എന്താ പറയുന്നത് മഞ്ചേശ്വരത്ത് പോയിട്ട് എന്നിട്ട് എന്താ ഉണ്ടായത്? നേരത്തെ വെല്ലുവിളിയുടെ ഊക്കുകൾ കേട്ടല്ലോ, ശക്തമായിട്ട് വെല്ലുവിളിക്കണത്. ജീവനുള്ള ഏതെങ്കിലും മൗലവി ഉണ്ടെങ്കിൽ വാ, മൂക്കിൽ വലിച്ചതാ. ആ ഭാവത്തിലാണ്. എന്റെ മഞ്ചേശ്വരം സംവാദം കഴിഞ്ഞില്ലേ, ഇടമുട്ടൻ സംവാദം കഴിഞ്ഞില്ലേ? വല്ലതും സംഭവിച്ചോ? ചിലത് സംഭവിച്ചു. അതെന്താ? ചിലർ വിറക്കണ മുജാഹിദിന്റെ മുന്നിൽ മുട്ടുപറക്കുന്നത് കേരള സമൂഹം കണ്ടു അല്ലേ? കേരള സമൂഹം കണ്ടു. അവസാനം തപ്പിപ്പിടിച്ചിട്ട് റിസാല പോലും കൃത്യമായി എന്താ ഉദ്ദേശിക്കുന്നത് പറയാൻ കഴിയാതെ ബബ്ബേടിക്കുന്നത് കേരള സമൂഹം കണ്ടു അല്ലേ? ആ സംവാദത്തിൽ, മഞ്ചേശ്വരൻ സംവാദത്തിൽ മൂപ്പര് മഖ്ദൂമി ഉദ്ധരിച്ചല്ല, ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കുക. അപ്പൊ മുജാഹിദുകൾ പറഞ്ഞു, അല്ല, നിങ്ങൾ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി അദ്ദേഹം എഴുതിയ തഫ്സീർ ഞങ്ങൾ വായിക്കും. അങ്ങനെ വായിച്ചു കൊടുത്തു. അങ്ങനെ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചപ്പോ മുയിലാരി ചോദിക്കുക, ഏതാണ് ഈ മഖ്ദൂമി? ആരാണ് ഈ മഖ്ദൂമി? മൂപ്പർക്ക് അറിഞ്ഞൂടാ. മഖ്ദൂമി, അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, അദ്ദേഹത്തെ അറിയാത്ത പോലെ അഭിനയിക്കാണ്. ഏതാണ് ഈ മഖ്ദൂമി? എസ്വൈസിന്റെ ആരാണ് മഖ്ദൂമി? അപ്പൊ മുജാഹിദ് പക്ഷത്ത് റിസാലയിൽ ഈ മഖ്ദൂമിയുടെ പരിഭാഷയെ കുറിച്ച് വന്നു പരസ്യം. എന്ത്? 100% സുന്നത്ത് ജമാഅത്തോട് കൂറു പുലർത്തുന്ന പരിഭാഷയാണ് മഖ്ദൂമിയുടെ പരിഭാഷ. ഇത് വായിക്കാൻ വേണ്ടി മുജാഹിദിനോട് റിസാല എടുക്കുക. അപ്പൊ ഈ എത്തിനോട്ടത്തിന് വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാദപ്രയോഗം നടക്കുമ്പോ അപ്പുറത്ത് എത്തി നോക്കാൻ വേണ്ടിട്ട്. എന്തിന്? മുജാഹിദിനോട് എന്താ എടുക്കണത് ഇങ്ങനെ എത്തി നോക്കാൻ ഒരാള്. അതിന് എത്തി നോക്കാൻ ആള് കണ്ടു റിസാല വരച്ചെടുക്കണത്. അപ്പൊ പേരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു കുറിപ്പ് കൊടുത്തു, റിസാലയിലെ പരസ്യം. അതിന്റെ ഉദ്ദേശം മുജാഹിദിൽ അടുത്ത സമയത്ത്, അവരുടെ സമയത്ത് റിസാലയിലെ പരസ്യം വായിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ടൊന്ന് കവർ ചെയ്ത് പറഞ്ഞേക്കുന്ന മൂപ്പര് കക്ഷത്തിനടിയിലൂടെ റിസാലയിലെ പരസ്യം കുറിപ്പ് വാങ്ങിയിട്ട് റിസാലയിലെ പരസ്യം, റിസാല വാരിക വെപ്രാളത്തിൽ മാസികയാണ്, വാരിക എന്ന് പോലും മൂപ്പര് അറിയില്ല. മാസിക വാരിക എല്ലാരും വായിക്കണം, പഠിക്കണം, എല്ലാം കൃത്യമായതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിസാലയിലെ പരസ്യം എഴുതി കൊടുത്തപ്പോ സാധു വിചാരിച്ചത് ഇപ്പൊ എന്തായാലും കുറെ മുജാഹിദികളുള്ള സ്ഥലമാണല്ലോ, അവിടെ റിസാലയുടെ പരസ്യം പറയാനാണ്. അപ്പൊ വാദപ്രതിവാദത്തിന്റെ പരസ്യം പറയുന്ന വാചകം നിങ്ങൾ കൃത്യമായി കണ്ടോളൂ. പ്രചരണങ്ങളായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മളെ മാസികയുണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം അപ്പോ കൃത്യമായിട്ട് കാണാം റിസാലയിലെ പരസ്യം. ഇനി ഇത് മാത്രല്ല രണ്ടാമത് മഞ്ചേശ്വരത്ത് മുജാഹിദുകളിൽ നിന്ന് അവർക്ക് കിട്ടിയതാ. എന്താണ്? അതുകൂടി നിങ്ങൾ കണ്ടോളൂ. മഞ്ചേശ്വരത്ത് പോയിട്ട് നല്ല മിടുക്കിലാണല്ലോ വർത്തമാനം പറയണം, കുറ്റിച്ചിറ വന്നിട്ട് നിങ്ങൾ കണ്ടോളൂ, അതുകൂടി കണ്ടോളൂ. അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്, ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല. പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാളെ എയർപോർട്ട് കണ്ട്, എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന്, എവിടത്തേക്ക്? സൗദിയിലേക്ക്. സൗദിയിലെത്തിയോ? ഇല്ല.
കുഫ്രിയത്തിലേക്ക് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഇ.കെ. വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫിറാക്കുകയില്ല. ഉള്ളാർന്നങ്ങൾ മറ്റൊരാളെ കാഫിറാക്കുകയില്ല. അവരാരും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല. സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സെൽസബിയിൽ അങ്ങനെയില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാ വന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്. എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ മഞ്ചേശ്വരത്ത് കിട്ടിയതാ. അത് നല്ല കിട്ടല് കിട്ടിയപ്പോ മൂപ്പര് മനസ്സിലാക്കിയടാ അബദ്ധമായി പോയി, നമ്മൾ സ്ക്രീൻ എടുത്താൽ മതിയായിരുന്നു. ഏയ് ജീവനുള്ള മൗലവിമാരുണ്ടെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ വിളറി പിടിച്ചിട്ട് ബഹളമൊക്കെ വെച്ചപ്പോ ഇൻഷാ അല്ലാഹ് അന്ന് മഞ്ചേശ്വരത്ത് നിന്ന് കാണാന്ന് പറഞ്ഞ പിരിഞ്ഞത് കുറ്റിച്ചിറയെന്ന്. അങ്ങനെ പിന്നെ മൂപ്പര് പറയാ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കുറ്റിച്ചിറ വന്നിട്ട് പറയാ, ഞാൻ മഞ്ചേശ്വരത്ത് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ചേശ്വരത്ത് പോയ കഥയായി കണ്ടത്. അത് കണ്ടപ്പോ മൂപ്പര് വിചാരിച്ചു ഇനി നമുക്കൊരു സ്ക്രീൻ എടുക്കാം. നേരത്തെ സ്ക്രീനും കൊണ്ട് നടക്കണ്ട എന്ന് പറഞ്ഞാളാ. ഇപ്പൊ നോക്കുമ്പോ ആ ഒരു സ്ക്രീനും കൊണ്ട് മൂപ്പര് നിൽക്കണ കോലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സ്ക്രീനും കൊണ്ട് നിൽക്കുന്നു. സങ്കടമാണ് ഇത്. മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും. ഞങ്ങള് കള്ളം അല്ലാടെ പേരിൽ പറയേ. ഞാൻ സ്ക്രീനിൽ ഫൈൻ തിബ്നലക്കും എന്ന ആയത്ത് വെച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന മറുപടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് ഒന്നുകൂടി ആവർത്തിച്ച് ഒന്നുകൂടി കേൾപ്പിക്കും. ആയത്ത് കണ്ടോളി. ഫൈൻ തിബ്നലക്കും നോക്കോ. ഫൈൻ തിബ്നലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ? നിർത്തിക്കോ. ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ. ഫൈൻ തിബ്നലക്കും. ഒന്നും കൂടി വെക്ക്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വെല്ലുവിളിച്ചല്ലേ നാദാവിത്ത് വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും. ഞങ്ങള് കള്ളം അല്ലാടെ പേരിൽ പറയേ. നോക്കൂ. ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും. സർവ്വമൗലിമാരും നടക്കൂ ചെരുപ്പും കൊണ്ട്. നാദാവർത്തൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ഇനി ബാക്കി വെക്കുപോലെ ഞാൻ ഓരോന്നോട് ചിന്നായതല്ല, മിന്നിയായതുമല്ല. നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താ അറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിയെന്നറിയോ? ഇയാൾ ആയത്തോരിയൽ എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ പറയാണ് പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്നാ തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്. ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? സ്ക്രീനും കൊണ്ട് നടക്കണ്ട. എത്ര സങ്കടമാണിത് കേട്ടോളെ. മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. എത്ര സങ്കടമാണിത് കേട്ടോളെ. മുഖാമുഖ
ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. എത്ര സങ്കടമാണിത് കേട്ടോളെ. കണ്ടോ? അപ്പൊ സ്ക്രീൻ എടുക്കേണ്ടി വന്നു അവസാനം. എന്നാലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ചവിട്ട് സലഫിയെ ചവിട്ടി നാദാപുരത്തുനിന്ന്. ഇപ്പൊ അവസാനം സ്ക്രീൻ എടുത്തിട്ട് രക്ഷയില്ല. അവസാനം കരഞ്ഞിട്ട് ജയിക്കാൻ പറ്റുമോ നോക്കാം. കരഞ്ഞിട്ട് ജയിക്കാൻ പറ്റുമോ നോക്കുക. അവസാനം ആ സ്ക്രീനും കൊണ്ട് നടന്നു. വാദപ്രതിവാദം നടത്തി നോക്കി, സ്ക്രീൻ എടുത്തു നോക്കി, രക്ഷയില്ല. ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ എന്താണെന്ന് അറിയൂ. കേട്ടോളൂ. മൂപ്പര് സ്വയം സമ്മതിക്കാണ്. എന്താണ് അദ്ദേഹം സമ്മതിക്കുന്നത് നോക്കും. വന്നപ്പോൾ എന്റെ സ്നേഹിതന്മാരും ഞാൻ ആദരിക്കുന്നവരുമായ പണ്ഡിതന്മാർ ഒരു നല്ല വഅദ് പറയണമെന്ന് എന്നോട് പറഞ്ഞു. നല്ല വഅദ് പറയാൻ ഞാൻ അതിനർഹനാകണ്ടേ? വഅദ് എന്ന് പറയുന്നത് ഉപദേശമാണ്. ഉപദേശിക്കാനുള്ള അർഹത ഈ പാവപ്പെട്ടവരില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു ദുആ ചെയ്യുമ്പോ ഈ സാധുവായ ഞാനൊന്ന് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ദുആ ചെയ്തിട്ട് ലോകത്തിന്റെ അധിപനായ റബ്ബ് എനിക്കൊന്ന് കാരുണ്യം ചെയ്താൽ, എന്റെ പാപങ്ങളൊക്കെ റബ്ബൊന്ന് കഴുകി തന്നാൽ, എന്നെ ഒന്ന് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്റെ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി തന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്നല്ലാതെ നിങ്ങളെ ഉപദേശിച്ച് വഅദ് പറഞ്ഞു നന്നാക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുണ്ടെന്ന വിശ്വാസവും എനിക്കില്ല. എനിക്കതിന്റെ കഴിവും കെൽപ്പുമില്ല. ഹിദായത്ത് എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചം റബ്ബ് കൊടുത്തവർക്ക് കിട്ടും. അത് പറയാൻ ഞാൻ അതിനർഹനാകണ്ടേ? വഅദ് എന്ന് പറയുന്നത് ഉപദേശമാണ്. ഉപദേശിക്കാനുള്ള അർഹത ഈ പാവപ്പെട്ടവരില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു ദുആ ചെയ്യുമ്പോ ഈ സാധുവായ ഞാനൊന്ന് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ദുആ ചെയ്തിട്ട് ലോകത്തിന്റെ അധിപനായ റബ്ബ് എനിക്കൊന്ന് കാരുണ്യം ചെയ്താൽ, എന്റെ പാപങ്ങളൊക്കെ റബ്ബൊന്ന് കഴുകി തന്നാൽ, എന്നെ ഒന്ന് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്റെ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി തന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്നല്ലാതെ നിങ്ങളെ ഉപദേശിച്ച് വഅദ് പറഞ്ഞു നന്നാക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുണ്ടെന്ന വിശ്വാസവും എനിക്കില്ല. അപ്പോ സഹോദരങ്ങൾ, ഇതാണ് ഈ നിലവിലുള്ള അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. പടച്ച തമ്പുരാൻ ഈ സമൂഹത്തിന് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥമായ ദീൻ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു വരാൻ ഈ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബിദ്അത്തുകളെ മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി റബ്ബ് സുബ്ഹാനഹു വതആല ഇവർക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. ഈ മാർഗത്തിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ഈ മാർഗത്തിൽ അവസാന നിമിഷം വരെ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനുള്ള കഴിവിനായി റബ്ബ് സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒത്തൊരുമിക്കൽ അവന്റെ അടുക്കൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.